വാട്ട് എ വണ്ടർഫുൾ കില്ലർ എങ്ങനെ ആയിരിക്കണം. ഇതുപോലെയുള്ള ഒരു കില്ലർ കേരളത്തിൽ ഇനിയും വരണം. ഇതേപോലെയുള്ള കൊലകൾ നടക്കണം. മിഥുൻ മാനുവൽ മാജിക് ഇപ്പോഴും താന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും പൊങ്ങിയിരിക്കുകയാണ്. എനിക്ക് സത്യത്തിൽ 2 വാക്കിൽ പറയാണെങ്കിൽ ഒരു 2 വരി പാടാനാണ് തോന്നുന്നത്. പൂമാനമേ ഒരു രാഗമേഘം. അതാണ് പടം. ഇവിടെ മമ്മൂക്ക സസ്പെൻസ് ആയിട്ടാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിച്ചത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓസ്ലർ കണ്ടതിൽ ആ മമ്മൂട്ടിയുടെ ആ ഒരു ഇൻട്രോ ഉണ്ടല്ലോ, ഇപ്പോഴും താന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും പൊങ്ങിയിരിക്കുകയാണ്. രോമം കണ്ടോ, ഇപ്പോഴും പൊങ്ങിയിരിക്കുകയാണ്. അത്രയ്ക്ക് ഒരു ഇതിലാണ് ഞാനിപ്പോൾ. പക്ഷേ ആൾക്കാരൊക്കെ നിരാശ വരാതെ കണ്ട് സന്തോഷത്തോടെ മടങ്ങാൻ പറ്റുന്ന ഒരു മിഥുൻ മാനുവൽ മാജിക് ആണ് നമുക്ക് ഈ തിയേറ്ററിൽ കാണാൻ സാധിച്ചത്. ഒന്നും പറയാനില്ല. നമുക്ക് 5-ാം പാതിര കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകന് വീണ്ടും 150 രൂപ ടിക്കറ്റ് എന്തുകൊണ്ടും തീർച്ചയായിട്ടും എടുത്ത് കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഓസ്ലർ. 2 പേരും ഒപ്പത്തിനൊപ്പം നമുക്ക് 2020 സിനിമ കണ്ടതിന് ശേഷം ഇതിൽ മമ്മൂക്കയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. വാട്ട് എ വണ്ടർഫുൾ. നമുക്ക് അത് എന്താണ് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്താണ് ആ 2020 ആ ഇൻ്റർവെൽ ടൈമിൽ നമ്മുടെ 5 പേരുടെ ഒരു പോസ്റ്റർ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു BGM വരുന്നത്, ആ ഒരു എഫക്റ്റാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഒന്നും പറയില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു കില്ലർ എങ്ങനെ ആയിരിക്കണം. ഇതേപോലെയുള്ള കില്ലർ, എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇതേപോലെയുള്ള ഒരു കില്ലർ കേരളത്തിൽ ഇനിയും വരണം. ഇതേപോലെയുള്ള കൊലകൾ നടക്കണം. സീരിയൽ കില്ലേഴ്സിന് ഇതേപോലെയുള്ള തെളിവുകൾ കൊടുക്കുന്ന ചിത്രങ്ങൾ ഇനി എടുക്കരുത്. ഒരു കൊല ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രചോദനമാണ് ഓസ്ലർ, അതേപോലെ 5-ാം പാതിര, ദൃശ്യം എന്നീ പറയുന്ന പടങ്ങൾ. ഇതിൻ്റെയൊക്കെ ഡയറക്ടർമാർ അവരാണ് യഥാർത്ഥ ക്രിമിനൽ. ലോകേഷ് ഒരു ക്രിമിനലാണ്, അദ്ദേഹം ഒരു ക്രിമിനലാണ്. ക്രിമിനൽ മൈൻഡുള്ള ഒരാൾക്ക് മാത്രമേ ഇതേപോലുള്ള ക്രിമിനൽ സ്റ്റോറീസ് ചെയ്യാൻ പറ്റൂ. ഞാനൊരു ക്രിമിനൽ അല്ല, പക്ഷേ എനിക്കിങ്ങനെ ഒരു സ്റ്റോറി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ, അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു വ്യക്തി ഇതേപോലെ നമുക്ക് പോലീസ് പോലും കാണാത്ത. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ദൃശ്യം സിനിമ ഇപ്പോഴത്തെ പല കേസ് അന്വേഷണങ്ങൾക്കും ഉപകാരപ്പെടുന്നു എന്ന്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, പോലീസിന് പോലും അറിയാത്ത കാര്യമാണ് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ, റൈറ്റർ കേരളത്തിന് വേണ്ടി തുറന്ന് കാട്ടിക്കൊടുത്തേക്കുന്നത്. പടം നല്ലൊരു പടമാണ്. 150 രൂപ കൊടുത്ത് കാണുന്ന പ്രേക്ഷകർക്ക് എന്തായാലും സന്തോഷത്തോടെ കണ്ണ് തുറന്ന് വെച്ച് കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഓസ്ലർ. ഇതേപോലുള്ള ചിത്രങ്ങൾ എന്തായാലും ക്രിമിനൽസിന് ഉപകാരപ്പെടട്ടെ. എന്തായാലും അവർക്കല്ലേ ഉപകാരമുള്ളൂ, അല്ല എന്തായാലും സാധാരണക്കാർക്കാർക്ക് ഇതേപോലത്തെ പടങ്ങൾ ഉപകാരപ്പെടുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇനിയും കൊലപാതകങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇതേപോലുള്ള പടങ്ങൾ കൊലയാളികൾക്ക് പ്രചോദനമാണ് കൊടുക്കുന്നത് സത്യത്തിൽ. അതുകൊണ്ട് ഇനി ഇതേപോലുള്ള കഥ എഴുതുന്ന ആൾക്കാർ ഇതേപോലെ മാക്സിമം ഐഡിയാസ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം എന്ന് എനിക്കിത് റിക്വസ്റ്റും കൂടെ ഉണ്ട്. ഓക്കെ.